നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വരന്തരപ്പിള്ളി പൌണ്ടിൽ കീറി ഒട്ടിച്ച 50 രൂപ നോട്ട് മാറ്റി നൽകണമെന്ന് പറഞ്ഞ ദേഷ്യത്തിൽ ബേക്കറി അടിച്ചു തകർത്ത ആളെ വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള ജൈവ കർഷക സമിതി മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി ചന്ത ആരംഭിച്ചു. ചാലക്കുടിയിലെ ദേശീയോത്സവമായ ശ്രീ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനവും രസീത് ഉദ്ഘാടനവും നടത്തി. മൂന്നാം ക്ലാസ്സുകാരന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ റീൽസ് സമൂഹമാധ്യമം വഴി പങ്കുവച്ച് മന്ത്രി വി ശിവൻകുട്ടി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റിന്റെയും IQACയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക എയ്ഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വരന്തരപ്പിള്ളി പൌണ്ടിൽ കീറി ഒട്ടിച്ച 50 രൂപ നോട്ട് മാറ്റി നൽകണമെന്ന് പറഞ്ഞ ദേഷ്യത്തിൽ ബേക്കറി അടിച്ചു തകർത്തയാളെ വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വരന്തരപ്പിള്ളി വെട്ടിങ്ങപ്പാടം സ്വദേശി ഇല്ലിക്കൽ വീട്ടിൽ 56 വയസ്സുള്ള ജോയിയാണ് അറസ്റ്റിലായത്. പൌണ്ട് സെന്ററിൽ പ്രവർത്തിക്കുന്ന ശങ്കര സ്നാക്സ് എന്ന കടയിലാണ് ഇയാൾ ആക്രമണം നടത്തിയത്. ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. 70 രൂപയുടെ സാധനങ്ങളാണ് ഇയാൾ വാങ്ങിയത്. ഇതിനായി നൽകിയ നോട്ടുകളിൽ ഉണ്ടായിരുന്ന 50 രൂപ നോട്ട് കീറി ഒട്ടിച്ച നിലയിലായിരുന്നു. ഈ രൂപ എടുക്കില്ലെന്നും മാറ്റി നൽകണമെന്നും കടയുടമ പറഞ്ഞതോടെ കുറച്ചു കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് വാങ്ങിയ സാധനങ്ങൾ എടുക്കാതെ ഇയാൾ മടങ്ങി. പിന്നീട് 2 മണിക്കൂറിനു ശേഷം മദ്യലഹരിയിലെത്തിയ ഇയാൾ കടയിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ചില്ലലമാരകൾ തകർക്കുകയും സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്തു. ആക്രമണ ദൃശ്യങ്ങൾ കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഏകദേശം 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചു. കടയുടമ മണ്ണുത്തി സ്വദേശി വേങ്ങത്താനത്തിൽ വിനോദ് കുമാറിന്റെ പരാതിയിലാണ് അറസ്റ്റ്. ചാലക്കുടിയിലെ ദേശീയോത്സവമായ ശ്രീ കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനവും രസീത് ഉദ്ഘാടനവും നടത്തി. ക്ഷേത്രം ഹാളിൽ നടത്തിയ ചടങ്ങിന് ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി MP ബെന്നി ബഹന്നാൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ നോട്ടീസിന്റെ പ്രകാശനവും രസീത് ബുക്ക് ഉദ്ഘാടനവും നടത്തി. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ AB ജോർജ്, വൈസ് ചെയർമാൻ ആലി ഷിബു, പ്രതിപക്ഷ പാർട്ടി ലീഡർ സുരേഷ്, കൌൺസിലർമാരായ എലിസബത്ത്, ബിന്ദു ശശികുമാർ, സുധാ ഭാസ്കരൻ, ദീപു ദിനേശ്, MM അനിൽകുമാർ, കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ സംസ്ഥാന സെക്രട്ടറി വത്സൻ ചമ്പക്കര, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, ജോബി, താലപ്പൊലി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ KM ഹരിനാരായണൻ, K ഗുണശേഖരൻ എന്നിവർ സംസാരിച്ചു. വിവിധ താലി കമ്മിറ്റി അംഗങ്ങൾ, ക്ഷേത്ര ഭാരവാഹികൾ, സാമൂഹ്യ സാംസ്കാരിക സാമുദായിക രംഗത്തെ പ്രമുഖ വ്യക്തികളും യോഗത്തിൽ പങ്കെടുത്തു. 2025 മാർച്ച് 1, 2, 3 തീയതികളിലാണ് താലപ്പൊലി ആഘോഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു പ്രദേശമാണ് മാണിക്യമംഗലം, അതുപോലെ മലയാറ്റൂർ പ്രദേശം. അതിന് ചില ചരിത്രപരമായ ചില പശ്ചാത്തലം ഞാനിവിടെ വരാതെ പലപ്പോഴും ചോദിക്കും. പലരും എന്നോട് അന്വേഷിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കണ്ണൂർ തൊട്ട് ഉള്ള ആളുകൾ, കേരളത്തിൻ്റെ അങ്ങോളമുള്ള ആളുകൾ ഈ ഉത്സവത്തിൽ പങ്കുചേരാറുണ്ട്. ഇവിടെ വരിക, ഇവിടുത്തെ ദേവീ ദർശനത്തോടൊപ്പം തന്നെ. മൂന്നാം ക്ലാസ്സുകാരന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ റീൽ സമൂഹ മാധ്യമം വഴി പങ്കുവച്ച് മന്ത്രി വി ശിവൻകുട്ടി. കൊടകര ആലത്തൂർ ALP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീറാമിന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്ക് വഴി പങ്കുവച്ചത്. ഭിന്നശേഷിക്കാരനായ ശ്രീറാമിന്റെ പിറന്നാൾ ആഘോഷത്തിന് ഇത്തവണ ക്ലാസ്സിലെ കൂട്ടുകാരും അധ്യാപകനും കൊടകരയിലുള്ള വീട്ടിലെത്തിയിരുന്നു. ശനിയാഴ്ചയായിരുന്നു പിറന്നാൾ ആഘോഷം. പിറന്നാളിന് കേക്ക് മുറിക്കുന്നതിനും മധുരം പങ്കുവയ്ക്കുന്നതുമായ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതും എഡിറ്റ് ചെയ്തതും സമൂഹ മാധ്യമം വഴി പങ്കുവച്ചതും അധ്യാപകനായ ഹൃദിക് തമ്പി തന്നെയായിരുന്നു. ഇതിനോടകം തന്നെ നിരവധി പ്രമുഖരാണ് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചത്. കൊടകര നോബിൾ നഗർ സ്വദേശിയായ കുണ്ടനി വീട്ടിൽ സുനിൽകുമാറിന്റെയും സിമിയുടെയും മകനാണ്. ശ്രീഷ്മ സഹോദരിയാണ്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റിന്റെയും IQACയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല സഞ്ജീവനി കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL അധ്യക്ഷത വഹിച്ചു.
സുരക്ഷിതമായ രക്തവും സന്നദ്ധ രക്തദാനത്തിൽ യുവതയുടെ പങ്കും എന്ന വിഷയത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വിഭാഗം പ്രൊഫസറും തൃശൂർ ജില്ലാ രക്തദാന നോഡൽ ഓഫീസറുമായ ഡോക്ടർ സജിത് വിളമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് NSS യൂണിറ്റ് പുറത്തിറക്കുന്ന സന്നദ്ധ രക്തദാതാക്കളുടെ ഡയറക്ടറി കോളേജ് ഫിനാൻസ് ഓഫീസർ ഫാദർ ആൻഡ്രോ വട്ടോലിക്ക് നൽകിക്കൊണ്ട് ഡോക്ടർ സജിത് പ്രകാശനം ചെയ്തു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ കെ സ്വാഗതം ആശംസിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ കെ ജയകുമാർ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ അർച്ചന AB, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ മെറിൻ ബേബി എന്നിവർ നേതൃത്വം നൽകി. ശില്പശാലയുടെ ഭാഗമായി ഡിസംബർ 5-ാം തീയതി കോളേജിൽ വെച്ച് IMA ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കും. ഏത് ടോപ്പിക്, അതായത് വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ അല്ലെങ്കിൽ ഡോണർ റിലേറ്റഡ് കാര്യങ്ങളാണ് ഞാൻ യൂഷ്വലി പറയാറുള്ളത്. ബട്ട് ഒരു വേൾഡ് എയ്ഡ്സ് ഡേ ആയതുകൊണ്ട് തന്നെ തുരുത്തിപ്പറമ്പ് വിനോദ് സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ 19ാമത് വാർഷികം നാട്ടുണർവ് 2025ന്റെ ഭാഗമായി രക്തദാന ക്യാമ്പ് നടത്തി. IMA തൃശൂരും നെഹ്റു യുവകേന്ദ്രയുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പ് മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ നൈസൻ ഉദ്ഘാടനം ചെയ്തു. വിനോദ് സ്മാരക സാംസ്കാരിക നിലയം പ്രസിഡന്റ് ജിൻസൺ ചാദേലി, സെന്റ് പോൾസ് LP സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ആൻസലിൻ, IMA ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാധാകൃഷ്ണൻ, NYK പ്രതിനിധി ഹെൽവി തോമസ്, വിനോദ് സ്മാരക സാംസ്കാരിക നിലയം വൈസ് പ്രസിഡന്റ് വൈശാഖ് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ നിരവധി ആളുകൾ രക്തദാനം ചെയ്തു. സാംസ്കാരിക നിലയം മെമ്പർമാരായ അഭിനവ്, നിഷാന്ത്, ദിവേഗ്, അഭിഷേക്, അതുൽ എന്നിവർ നേതൃത്വം നൽകി. അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വാർഷികത്തിലൂടെ എല്ലാ വർഷങ്ങളിലും പ്രോഗ്രാം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വർഷവും കൊടകര കുന്നത്രിക്കോവിൽ ഷഷ്ഠി ആഘോഷത്തിൽ പങ്കെടുക്കുന്ന പ്രമുഖ സെറ്റുകളിൽ ഒന്നായ മനക്കുളങ്ങര യുവജന സംഘം AKG നഗറിന്റെ നേതൃത്വത്തിൽ കൊടകര ഷഷ്ഠിക്ക് കൊടിയേറി. മനക്കുളങ്ങര യുവജന സംഘം സെക്രട്ടറി VA സതീഷ്, പ്രസിഡന്റ് റിജോ പാപ്പച്ചൻ, ഭാരവാഹികളായ സുനിൽകുമാർ, വൈശാഖ്, അരുൺ, ബിജു, ദിനേശ്, വിനോദ്, രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ശനിയാഴ്ച നടക്കുന്ന ഷഷ്ഠി ആഘോഷത്തിൽ വർണ്ണനാദ താളലയ വിസ്മയം തീർക്കാൻ അണിയറയിലെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് സംഘാടകർ. കേരള ജൈവ കർഷക സമിതി മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി ചന്ത ആരംഭിച്ചു. കിഴക്കേക്കോടാലി ഗ്രാമമന്ദിരത്തിൽ നടത്തിയ ജൈവ പച്ചക്കറി ചന്ത മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. കേരള ജൈവ കർഷക സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് TA ശിവരാമൻ അധ്യക്ഷനായി. PV വേലായുധൻ, കേരള ജൈവ കർഷക സമിതി സംസ്ഥാന സെക്രട്ടറി സതീഷ് കുമാർ തുറവൂർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CS ഷാജി, ജില്ലാ ട്രഷറർ PM ശശിധരൻ, ജില്ലാ കമ്മിറ്റി അംഗം ജയപാലൻ തേമാത്ത്, ജൈവ കർഷകരായ വിനയൻ ഇഞ്ചക്കുണ്ട്, വിജിത വിനയൻ, VU ഗിരിജ, MC നിഷ എന്നിവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ജൈവ കർഷക സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ GM വിളകൾ, ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ, കൊടും വിപത്ത് എന്ന വിഷയത്തിൽ പഠന ക്ലാസും നടത്തി. തിരുവനന്തപുരം തണൽ സംഘടനയുടെ സ്ഥാപകാംഗം S ഉഷ ക്ലാസ്സെടുത്തു. എല്ലാ ഞായറാഴ്ചകളിലും പകൽ 2 മണിക്ക് കിഴക്കേക്കോടാലി ഗ്രാമമന്ദിരത്തിൽ ജൈവ പച്ചക്കറി ചന്ത ഉണ്ടായിരിക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7090 രൂപ, പവന് 56,720 രൂപ. ശോഭയിൽ നിൻമുഖം മാത്രം
കരൺ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരന്തരപ്പിള്ളി പൗണ്ടിൽ കീറി ഒട്ടിച്ച 50 രൂപ നോട്ട് മാറ്റി നൽകണമെന്ന് പറഞ്ഞ ദേഷ്യത്തിൽ ബേക്കറി അടിച്ചു തകർത്ത ആളെ വരന്തരപ്പിള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള ജൈവ കർഷക സമിതി മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി ചന്ത ആരംഭിച്ചു. ചാലക്കുടിയിലെ ദേശീയോത്സവമായ ശ്രീ കണ്ടംപുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനവും രസീത് ഉദ്ഘാടനവും നടത്തി. മൂന്നാം ക്ലാസ്സുകാരന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ റീൽസ് സമൂഹ മാധ്യമം വഴി പങ്കുവച്ച് മന്ത്രി വി ശിവൻകുട്ടി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റിന്റെയും IQACയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക എയ്ഡ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.